എൻ്റെ പ്രിയപ്പെട്ടവർ, ഇന്ന് നവംബർ 8 ശനിയാഴ്ച. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു ഈ പ്രഭാതത്തിന് അങ്ങ് ഈ പ്രാർത്ഥനയിൽ കൂടാൻ അങ്ങയുടെ മക്കൾക്ക് കഴിഞ്ഞതിനെ ഓർത്ത് അവരങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവേ, ഈ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരുങ്ങുമ്പോൾ ഒത്തിരിയേറെ ആഗ്രഹങ്ങളും ഒത്തിരി ചിന്തകളും എത്രയോ മനുഷ്യർ ഭയങ്കര ഭക്തി ബഹുമാനത്തോടെയാണ് ഈശോയെ ഈ പ്രാർത്ഥനാ സമയം ഒരുങ്ങി നീ ശ്രദ്ധയോടെ നിൽക്കുന്നത്. അങ്ങയുടെ വലതുകരം അവരുടെ ശിരസിൽ ഇപ്പൊ വെക്കണം. കർത്താവേ, അവരുടെ രോഗങ്ങളെ നീ ഏറ്റെടുക്കണം. അടിപ്പിണർ പോലെ, വൈദ്യുത ആഘാതം പോലെ ദൈവികമായ ശക്തി ഈ നിമിഷം നിങ്ങളിലേക്ക് ആവശ്യിക്കുകയും നിങ്ങളുടെ ആന്തരിക അവയവങ്ങളും ത്വക്കുകളും കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്താൽ കുതിരപ്പെരട്ടെ. മാതാവേ, കൃപാസാൽത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മ മാതാവിൻ്റെ ഉറപ്പിലാണ് അമ്മേ ഞങ്ങൾ ഈ പ്രാർത്ഥന നടത്തുന്നത്. ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത ശക്തിയും അനുഗ്രഹവും സൗഖ്യവും വിടുതലും അനുഭവിക്കുന്നവരെ
അമ്മയുടെ പ്രത്യക്ഷഗണത്തിൻ്റെ സാക്ഷികളാണെന്ന് ഞങ്ങൾ സ്വയം തിരിച്ചറിയുന്ന അമ്മേ, കർത്താവ് കേസിൽപ്പെട്ടിരിക്കുന്നവർ എൻ്റെ ഈശോയുടെ ഉന്നതമായ നാം നിങ്ങൾ ആസ്വദിക്കുന്നു. പല ഭിന്നതകൾ നിലനിൽക്കുന്നിടത്ത് പുരോഗമനം ഇല്ലാതിരിക്കുന്ന അവസ്ഥകളിൽ തടസ്സങ്ങൾ മാറുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ ഇന്നത്തെ മുഴുവൻ സംരംഭങ്ങളെ, ഇന്നത്തെ മുഴുവൻ ചിന്തകളെ, ഇന്നത്തെ മുഴുവൻ ഇടപാടുകളെ, ഇന്നത്തെ മുഴുവൻ കയ്യൊപ്പുകളെ, ഇന്നത്തെ മുഴുവൻ എഴുത്തുകുത്തുകളെ, ഇന്നത്തെ മുഴുവനും മെയിൽ സെൻഡിങ് കർത്താവിൻ്റെ നാമത്തെ ആസ്വദിക്കുന്നു. ഇത്രയും പിതാപുത്രനും പരിശുദ്ധാത്മ സർവ്വശക്തനും നീക്കുവാമേ. നമ്മളിന്ന് കാണുന്നത് മത്തായിയുടെ സുവിശേഷം 5:8. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. അവർ ദൈവത്തെ കാണും. ആ ഹൃദയശുദ്ധിയിലും നമ്മൾ എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും വ്യാജ്യമായി എല്ലാത്തരം കുറ്റങ്ങളും ആരോപിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ആഹ്ലാദിച്ച് ഉല്ലസിക്കുകയും സ്വർഗം നിങ്ങൾക്കുള്ള പ്രതിഫലം വലുതായിരിക്കും. ഈ പ്രതിഫലത്തിലേക്കാണ് ഹൃദയശുദ്ധി പറയുന്നത്. ദൈവത്തെ കാണുമെന്ന് പറഞ്ഞാൽ എന്താണ്? പ്രതിഫലം വലുതായിരിക്കും എന്നല്ല പറയുന്നില്ലേ? അപ്പം സ്വർഗസ്ഥമായ ഒരു അവസ്ഥയിൽ ദൈവത്തെ കണ്ടുകൊണ്ട് ആനന്ദിക്കുന്നതാണ് നമ്മുടെ സുവിശേഷത്തിൻ്റെ ലക്ഷ്യമെന്ന് നിങ്ങൾക്കറിയാവില്ല, സുവിശേഷ ജീവിതത്തിൻ്റെ. അതുകൊണ്ടാണ് ആ ഹൃദയശുദ്ധിയും സ്വർഗവും തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നത്. ഹൃദയശുദ്ധി എന്ന് പറയുന്നത് വക്രതയില്ലാത്ത, കൗടില്യമില്ലാത്ത, കാപട്യമില്ലാത്ത ക്രിസ്തുവിനെ സ്വീകരിക്കാനുള്ള ശുദ്ധതയാണ്. വെറുതെ ഹൃദയശുദ്ധത ഉണ്ടായിട്ട് കാര്യമില്ലല്ല. പരിശുദ്ധ അമ്മയാണ് ഞാൻ നോക്കിയിട്ട് ഏറ്റവും വലിയ ഹൃദയശുദ്ധിയുള്ള ആള്. എന്താ കാര്യം എന്നറിയാം? അവർക്ക് 16 വയസ്സാ. അപ്പോൾ അവർ നീ ഗർഭം ധരിക്കും എന്ന് പറഞ്ഞത് ശുദ്ധത കൊണ്ടല്ലേ ഗർഭം ധരിച്ചത്. അവരത് വിശ്വസിച്ചു. അതാണ് അവർ ദൈവത്തെ ഗർഭം ധരിച്ചത്. വിശ്വാസവും ഹൃദയശുദ്ധതയും തമ്മിൽ ഭയങ്കര ബന്ധമുണ്ട്. വിശ്വസിക്കുന്നവന് അടിസ്ഥാന യോഗ്യത എന്ന് പറഞ്ഞാൽ ഹൃദയശുദ്ധതയാണ്. എന്താണ് ഇപ്പം നമ്മുടെ ക്യാൻസർ 4ാം സ്റ്റേജ്, ഡോക്ടർ പറഞ്ഞ് അറിയിക്കേണ്ടവർ അറിയിക്കാൻ പറഞ്ഞ്, ഹൃദയശുദ്ധിയുള്ള പറയും ക്യാൻസർ പറഞ്ഞാൽ അത് കർത്താവ് എൻ്റെ താഴെയല്ലേ അത് എന്നാണ് ഹൃദയശുദ്ധത. അപ്പോൾ കേട്ടൊക്കെ വിചാരിക്കും വട്ടാണെന്ന് പറയും. അങ്ങനെയല്ല. ദൈവം സമസ്തവൻ്റെ പാദത്തിൻ്റെ കീഴാക്കിയിരിക്കുകയല്ലേ. അപ്പം നമ്മുടെ വിശ്വാസത്തിൻ്റെ എക്സ്പ്രഷൻസ്, വിശ്വാസം വരണത് ഹൃദയശുദ്ധതയിൽ നിന്നാണ് വിശ്വാസം വരണത്. അപ്പൊ നിങ്ങളൊന്ന് പ്രാർത്ഥിച്ച്, കർത്താവായ ദൈവമേ, ഹൃദയശുദ്ധതയുടെ അടിസ്ഥാനത്തില് ഹൃദയശുദ്ധതയുടെ അടിസ്ഥാനത്തിൽ സങ്കീർണത ഒഴിവാക്കി വക്രത ഒഴിവാക്കി ബുദ്ധിപരമായ ഇടപെടൽ ഒഴിവാക്കി ദൈവത്തിൽ വിശ്വസിക്കുവാൻ വിശ്വസിക്കുന്നത് നടക്കുമെന്ന് മനസ്സിലാക്കുവാൻ അതനുസരിച്ച് ജീവിതം സാക്ഷീകരിക്കുവാൻ പരിശുദ്ധ അമ്മയെ പോലെ ഇതാ കർത്താവിന്റെ ദാസി എന്റെ വചനം പോലെ നിറവേറട്ടെ എന്നിൽ പറയുന്ന ഒരു ഹൃദയശുദ്ധത എനിക്ക് ലഭിക്കുവാൻ അതുവഴി ക്രിസ്തുവിനെ സ്വീകരിക്കാൻ ലോകത്തിന് കൊടുക്കുവാൻ എന്നെ ഒരുക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ.